പുതുപ്പള്ളി പഞ്ചായത്തിൽ LDF 3-ാം സ്ഥാനത്താണ്. 19 സീറ്റ് ഉള്ളതിൽ 15 സീറ്റും UDF ലഭിച്ചു. 4 BJP-യാണ്. പുതുപ്പള്ളി പഞ്ചായത്തിൽ പ്രതിപക്ഷത്തെ പോലുമില്ല LDF. ഒറ്റ സീറ്റാണ് കിട്ടിയത്, ഒറ്റ സീറ്റ്. അതും നിലവിലെ ഭരണകക്ഷിയായ LDF-ന്. പുതുപ്പള്ളിയിലെ നിലവിലെ ഭരണകക്ഷിയായ LDF-ന് വെറും ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. വലിയ ആഘാതമുള്ള തോൽവിയാണ്, വലിയ ആഘാതമുള്ള തോൽവി. വില നൽകേണ്ടി വന്നിരിക്കുന്നു. പുതുപ്പള്ളിയിൽ ഒരു സീറ്റിലേക്ക്, നിലവിൽ ഭരിക്കുന്ന പാർട്ടി ഒരു സീറ്റിലേക്ക് ഒതുക്കപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ജനം എന്തുമാത്രം എതിരായി ചിന്തിച്ചു എന്ന് വ്യക്തമാണ്. 19 സീറ്റിൽ 4 സീറ്റ് BJP-ക്ക്, നിലവിലെ ഭരണകക്ഷിയായ LDF-ന് പുതുപ്പള്ളിയിൽ ലഭിച്ചത് ഒരേ ഒരു സീറ്റ്. പുതുപ്പള്ളി UDF ഭരിക്കും. MS അലിഷോയി ഉണ്ട് നമുക്ക് പോലെ. തൃശ്ശൂരിൽ മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? തൃശ്ശൂരിൽ കോൺഗ്രസ് എന്നുള്ളതിന് മാറ്റമൊന്നുമില്ലല്ലോ അല്ലേ? യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. കോൺഗ്രസ് ഭരണത്തിൽ, അതായത് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണത്തിൽ എത്തിക്കഴിഞ്ഞു. 33 സീറ്റുകളാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. LDF-ന് 13 സീറ്റുകളാണ് ഉള്ളത്. NDA-ക്ക് നേരിയ തോതിൽ നില മെച്ചപ്പെടുത്താനായി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ 6 സീറ്റുകളാണ് ഉണ്ടായിരുന്നത് കോർപ്പറേഷനിൽ, അത് ഇത്തവണ 8 സീറ്റുകളായി. പക്ഷേ വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് NDA ഈ ഇലക്ഷനെ നേരിട്ടത്. പക്ഷേ അതൊക്കെ തന്നെ വലിയ നിരാശയിലേക്ക് എത്തി എന്ന് വേണം പറയാൻ. കോൺഗ്രസിൽ 2 വിമതർ മത്സരിച്ചിരുന്നു. ആ 2 വിമതരും വിജയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഇതിലുണ്ട്. അതായത് തൃശ്ശൂരിൽ UDF കോർപ്പറേഷൻ ഭരണം പിടിച്ചുവെങ്കിൽ പോലും 2 വിമതർ, കോൺഗ്രസ് വിട്ടുപോകുന്ന 2 വിമതർ വിജയിച്ചു. അതുപോലെ തന്നെ അടാട്ട് അനിൽ അക്കരയ്ക്ക് വിജയം ഉണ്ടായിരിക്കുന്നു. അതിന് മാത്രമല്ല ആ പഞ്ചായത്തിൻ്റെ ഭരണം കൂടി ഈ അടാട്ടിൽ UDF തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ LDF ആണ് കഴിഞ്ഞ തവണ ഭരിച്ചിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചിരുന്ന LDF ആണ്. എന്തായാലും അൽനക്കരയിലൂടെ ആ ഒരു പഞ്ചായത്ത് തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2 മാത്രമാണ് ഇത്തവണയും UDF-ന് ഭരണം നിലനിർത്താനായത്. 7 5 ഇത്തവണയും LDF തന്നെയാണ് ഭരിക്കുന്നത്. ചാലക്കുടിയിലും ഇരിങ്ങാലക്കുടയിലും തന്നെയാണ് ഈ UDF ഇത്തവണ ഭരിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ BJP-യുടെ പെർഫോമൻസ് പറയണം. കാരണം വെച്ചാൽ BJP-യുടെ MP ആണല്ലോ. നോക്കൂ, അവിടെ കോർപ്പറേഷനിൽ 8 സീറ്റേ കിട്ടിയുള്ളൂ. എന്ന് മാത്രമല്ല, ഈ മുനിസിപ്പാലിറ്റികൾ എടുത്താൽ കൊടുങ്ങല്ലൂരിൽ 2-ാം സ്ഥാനത്ത് വന്നതൊഴിച്ചാൽ ഗുരുവായൂരടക്കം വേറെ എവിടെയും BJP-ക്ക് മുനിസിപ്പാലിറ്റികളിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രാമപഞ്ചായത്തുകളിലും ഇത് തന്നെയാണോ അവസ്ഥ? BJP പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് തൃശ്ശൂരിൽ ഉണ്ടായില്ലേ? തീർച്ചയായും അത് BJP ഒരു പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലേക്ക് ഉയരാനായി കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ കോർപ്പറേഷനിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും സുരേഷ് ഗോപി വലിയ തോതിൽ മുന്നേറ്റം കാഴ്ചവെച്ചതാണ്. അത് എല്ലായിടത്തുമൊന്നും തന്നെ ലഭിച്ചില്ലെങ്കിൽ പോലും ഒരു 30 സീറ്റിലെങ്കിലും വിജയിക്കും എന്നുള്ള അല്ലെങ്കിൽ ഒരു 20 സീറ്റിലെങ്കിലും വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം BJP-ക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഉന്നത നേതാക്കൾ പോലും പറഞ്ഞത്, ജില്ലയിലെ മുതിർന്ന നേതാക്കൾ പോലും പറഞ്ഞത് 15 സീറ്റേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല, അവണിശ്ശേരി പഞ്ചായത്ത് BJP സുരേഷ് ഗോപി ദത്തെടുത്തുകൊണ്ട് അവിടെ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചെയ്തതാണ്. പക്ഷേ അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവാൻ ഇതുവരേക്കുള്ള പുറത്തു വന്ന ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെ UDF-ഉം BJP-യും തുല്യശക്തികളായി നിലനിൽക്കുന്നു. ആ ഭരണം നിലനിർത്താനായി, അല്ലെങ്കിൽ ഈ നിലവിൽ അവിടെ ജില്ലയിലെ ഒരേ ഒരു ഭരണം നടത്തുന്ന പഞ്ചായത്ത് അവണിശ്ശേരി പഞ്ചായത്തായിരുന്നു. അവിടെ പക്ഷേ BJP-ക്ക് വിജയിക്കാനായി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്